ഓർമ്മ പോകുന്നുണ്ട് എനിക്ക്. അതെന്നാന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഒരു സൈഡ് മരച്ചിരിക്കുവാണ് പറഞ്ഞിട്ടുള്ള ചേച്ചിയും. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് കിച്ചുവിന് ചുട്ട മറുപടിയായിട്ട് രേണുസുതി രംഗത്ത് വന്നിരിക്കുകയാണ്. ഡയറക്റ്റ് ആയിട്ടല്ല കിച്ചുവിന് രേണുസുതി ആ ഒരു മറുപടി കൊടുക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് വേറൊരാള് വഴിയാണ് കിച്ചുവിന് മറുപടി കൊടുക്കുന്നത്. എന്തായാലും ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ വെച്ചുതരാം. അതിന് മുമ്പ് രേണുസുതി പുതിയതായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരിയുടെ യൂട്യൂബ് ചാനലിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നിറയാതെ ആ വീഡിയോ ആർക്കും കണ്ടു തീർക്കാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം വിഷമകരമായിട്ടുള്ള കാര്യങ്ങളാണ് രേണുസുതി ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. കീമോയും സംഭവങ്ങളും, ഇപ്പൊ പുള്ളിക്കാരിയുടെ വേദനകളും അവസ്ഥകളും, അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുള്ളിക്കാരിക്ക്. വൊമിറ്റിംഗ് ടെൻഡൻസി എപ്പോഴും ഉണ്ടെന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സത്യമായിട്ട് ഉള്ളത് പറയാമല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. പുള്ളിക്കാരിയുടെ ആ ലുക്കൊക്കെ മുടിയൊക്കെ കളഞ്ഞ് ആകെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. അത് കാണാൻ പറ്റത്തില്ല സത്യം പറഞ്ഞു, ഉള്ള കാര്യം പറയാലോ. എന്നാലും കണ്ടു കഴിയുമ്പോൾ ഭയങ്കര മനസ്സിന് വല്ലാത്തൊരു വിഷമം തന്നെയായിരുന്നു. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം വേഗം തന്നെ രേണുസുതി സുഖം പ്രാപിച്ച് വരട്ടെ. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. രേണുസുതി കിച്ചുവിന് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും കിച്ചുവിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. അത് ഭയങ്കര വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒരുപാട് ആൾക്കാരാണ് കിച്ചുവിന്റെ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത്. ആ വീഡിയോയില് കിച്ചു പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്നാലും ഞാൻ കാണാൻ പോകുന്നുണ്ട്, അപ്പം വിഷമിക്കുന്നവർക്കൊക്കെ വിഷമം തീരട്ടെ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് കിച്ചുവിന്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് രേണുസുതിയെ. എല്ലാവരും പറഞ്ഞതുകൊണ്ട് കിച്ചു കാണാൻ പോകണമെന്നുള്ള വിഷമം ഉണ്ടല്ലോ എല്ലാവരും, ആ ഒരു രീതിയിൽ ആ വിഷമം തീർക്കട്ടെ, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് പോകുന്നെന്നുള്ള രീതിയിലാണ് കിച്ചു ആ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. കാരണം കമന്റ് അടിച്ചവരുടെ വിഷമം തീർക്കാൻ വേണ്ടി മാത്രമാണ് രേണുസുതിയെ കിച്ചു കാണാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ കിച്ചു ആ ഒരു വീഡിയോ ഇട്ടത് കൊണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയില് രേണു ഇൻഡയറക്റ്റ് ആയിട്ട് കിച്ചുവിനൊരു മറുപടി കൊടുത്തതായിട്ടാണ് കാണുന്നത്. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ വെച്ചുതരാം, അതിനുശേഷം കുറച്ച് തെളിവുകളുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. എന്തായാലും പോവാൻ തീരുമാനിച്ചു, വിഷമമുള്ളവരുടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്, നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞ് അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു നേരിട്ട് കാര്യം വെച്ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം, ഓക്കെ. അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം, ഓക്കെ. അല്ലാണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല കിച്ചു, മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്, അമ്മേൻ്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്നെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ മറന്നിട്ട് എനിക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ, എനിക്ക് റിദ്ധപ്പനെ ഓർത്ത് കാണാൻ പോയി കണ്ടാലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് പോവാം, ഓക്കെ. അല്ലാണ്ട് വേറെ ആക്ടേഴ്സും പറഞ്ഞ് കമന്റ് വിട്ട് നീ അങ്ങനെ ആർക്കോ വേണ്ടിയിട്ട് പോയിട്ടൊരു കാര്യമില്ല കിച്ചു. അതിന് വിലയില്ലടാ, സ്നേഹം ഇല്ല, ഓക്കെ. അതിന് സപ്പോർട്ട് ചെയ്ത് കുറേ സംസാരിച്ചു, പിന്നീട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ട് മാത്രം പോകണമെങ്കിൽ അങ്ങനെ പോകുന്നത് നല്ലടാ. നീ ആർക്കോ വേണ്ടിയിട്ട് പോയിട്ട് ബാക്കിയുള്ള വിഷമം തീരട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ലടാ, മനസ്സിലായി കിച്ചു. അമ്മ എന്ന് പറഞ്ഞ വാക്ക് എന്താ പറയാ, പറഞ്ഞിട്ട് കാര്യമില്ലടാ, അത്രയാണ് അതുള്ളത്. അപ്പൊ പുള്ളിക്കാരൻ ഇതിനകത്ത് പറയുന്നത് കിച്ചു മറ്റുള്ളവരുടെ വാക്കുമായിട്ട് പോകേണ്ട ആവശ്യമില്ല എന്നാണ്. രേണുവിനോട് എന്തെങ്കിലും ഒരു സ്നേഹം മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ മാത്രം നീ പോയി കാണുക, അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി അല്ല മറ്റൊരാൾ പറഞ്ഞത് കൊണ്ട് പോയി കാണേണ്ട ആവശ്യമില്ല എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. നെഗറ്റീവ് കമന്റ് വന്നത് കൊണ്ട് മാത്രം നിങ്ങൾ കിച്ചു പോയി രേണുവിനെ കാണേണ്ട ആവശ്യമില്ലെന്നും പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ അമ്മയെ പോയി കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം പോയി കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെ പോലെ റിയാക്ഷൻ ചെയ്യുന്ന ഒരാളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എന്തായാലും നമുക്ക് അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഈ ഒരു സംഭവം ഞാൻ ശ്രദ്ധിച്ചതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, അപ്പൊ പുള്ളിക്കാരൻ ഈ ഒരു അക്കൗണ്ട് കൊളാബ് ചെയ്താണ് ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പൊ രേണുസുതിന്റെ ചാനലുമായിട്ട് അല്ലെങ്കിൽ രേണുസുതിയുടെ പേജുമായിട്ട് കൊളാബ് ചെയ്താണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കൊളാബ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. രണ്ടുപേരും ഒരുപോലെ ചെയ്യുന്ന വീഡിയോ, ഇപ്പൊ ഞാനും വേറൊരാളും കൂടി ഒരുപോലെ അവരുടെ രണ്ടുപേരുടെ അക്കൗണ്ടിലും ഒരു വീഡിയോ തന്നെ വന്ന് വീഴാൻ വേണ്ടിയിട്ട് ഇടുന്ന ഒരു സംഭവമാണ് കൊളാബ് എന്ന് പറയുന്നത്. മെൻഷൻ ചെയ്തിടുന്ന ഒരു സംഭവമാണ്. അപ്പൊ രേണുസുതിന്റെ അക്കൗണ്ടിൽ കയറി പോയി നോക്കിയാലും ആ വീഡിയോ കാണാം, എന്റെ അക്കൗണ്ടിൽ വന്നാലും ആ ഒരു വീഡിയോ കാണാം. അങ്ങനെ ഒരു രീതിയിൽ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ പറയുന്ന ഒരു ഇതാണ് കൊളാബ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഈ സൈഡിൽ ഞാൻ കൊടുക്കാം, അതിനകത്ത് ലൈക്ക് ചെയ്തിരിക്കുന്ന ഒരാളാണ് നമ്മുടെ രേണുസുതി. ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ കാണുന്നവര് മനസ്സിലാക്കേണ്ടത്, രേണുവിന് പറയാനുള്ള കാര്യങ്ങളാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞത്.
എന്ന് വെച്ചാൽ രേണുവിന് പറയേണ്ട ആ ഒരു സംഭവം തന്നെയാണ് ഈ പുള്ളിക്കാരൻ ആ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. കുറച്ച് നാൾക്ക് മുമ്പ് രേണുസുതി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കിച്ചു എന്നെ ഇതുവരെ കാണാൻ വന്നില്ല, 11 വയസ്സ് മുതൽ ഞാൻ നോക്കി വളർത്തിയതാണ്, എന്നിട്ട് പോലും അവൻ കാണാൻ വന്നില്ല എന്നുള്ളൊരു അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കിച്ചുവിന് സൈബർ അറ്റാക്കിന് വേണ്ടിയിട്ടാണ് രേണുസുതി ആ ഇട്ട് കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയെന്നുള്ള കാര്യം. അത് സാധിക്കുകയും ചെയ്തു. കാര്യം എന്ന് വെച്ചാൽ എന്ത് വീഡിയോ ഇട്ടാലും അതിന്റെ അടിയിൽ കിച്ചു എന്ത് വീഡിയോ ഇട്ടാലും അതിന്റെ അടിയിൽ വന്ന് നെഗറ്റീവായിട്ട് അമ്മയെ കാണാൻ പോടാ എന്ന് പറഞ്ഞ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രേണുസുതി ആ ഒരു കാണിച്ച ഒരു തെറ്റായ ഒരു കാര്യമായിരുന്നു. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ ചെയ്ത ഈ വീഡിയോ രേണുവിന്റെ മറുപടിയായിട്ട് എന്തായാലും സ്വീകരിച്ചിട്ടുണ്ട് രേണു തന്നെ. കിച്ചു എന്തായാലും കോട്ടയത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വൃദ്ധപ്പനുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ കിച്ചു അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വൃദ്ധപ്പനെ പോയി കണ്ടിട്ടുണ്ട്. രേണുവിന് കണ്ടോ ഇല്ല എന്നുള്ള കാര്യം പുറത്തേക്ക് വന്നിട്ടില്ല. ഇനി നന്ദന എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയുണ്ട്. രേണുസുതിന്റെ കൂടെ ബിഗ് ബോസിൽ പോയ ഒരു പുള്ളിക്കാരിയാണ് നന്ദന എന്ന് പറയുന്നത്. നന്ദന വന്ന് രേണുസുതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ സംഭവം ഒന്ന് നിങ്ങൾ എന്തായാലും കേൾക്കണം. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. നിങ്ങൾക്ക് ആർക്കും വിഷമില്ല, എന്താ നിങ്ങളുടെ വിഷമം മാറ്റാൻ ഞാൻ പോകുന്നത്. 13 വയസ്സിൽ വളർത്തിന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് സത്യാവസ്ഥ നമുക്ക് അറിയില്ല. എന്താണെന്നുള്ള കുട്ടിയെ നോക്കിയിട്ടുണ്ടോ, എന്താണ് അവര് പറയുന്നത് നോക്കിയിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ ആ കുട്ടി പറഞ്ഞ അച്ഛന്റെ വീട്ടിലായിരുന്നു വളർന്നിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയില്ല. നമ്മൾ ഈ കാര്യം അറിയുന്ന കൂടുതൽ കമന്റ് കാര്യങ്ങളൊക്കെ വരുന്നത് കാര്യമായിട്ട് കുറെ പേര് സംസാരിക്കും. കാര്യം അറിഞ്ഞിട്ട് സംസാരിച്ച പ്രശ്നമില്ല. നമ്മളിപ്പോ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ അറിയും, മീൻസ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ ഇപ്പോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരായാലും കുറെ കാര്യം അറിയാണ്ട് സംസാരിക്കും. കാര്യം അറിഞ്ഞ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എന്നാലും കാര്യം എന്താണെന്ന് മനസ്സിലാവും. അവരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. അപ്പൊ ആരെയും നമ്മള് ബാഡ് കമന്റ്സ് ഒന്നും പറഞ്ഞങ്ങനെ വെറുതെ എന്തായാലും മനസ്സിലായത്. ഇപ്പൊ വയ്യാണ്ടിരിക്കുന്ന ഒരു ചേച്ചിയല്ലേ, ആളൊന്നും വെറുതെ വീട് വയ്യേക്ക് മാറിയിട്ട് വീണ്ടും ആള് ആക്റ്റീവായി തുടങ്ങുമ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞോളൂ. ഓക്കെ, വേറൊരു കാര്യമുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അസുഖം വന്നതിനെ കുറിച്ച് റിയാക്ഷൻ ബ്ലോഗേഴ്സ് ആരും കുറ്റവും കുറവും ഒന്നും രേണുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് പൂർണ്ണമായിട്ടും സത്യം തന്നെയാണ്. കഴിഞ്ഞ കാലത്തിലൊക്കെ സംഭവം വിമർശിച്ചിട്ടുണ്ട്. കാര്യം അത് രേണു ചെയ്തതുകൊണ്ട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അസുഖം വന്നതിന് ശേഷം ഇതുവരെ രേണുസുതിയെ ആരും വിമർശിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വേറൊരു കാര്യമാണ് നമ്മൾ കുറ്റമായിട്ട് പറഞ്ഞിട്ടുള്ള ഈ കിച്ചുവിനെ സൈബർ അറ്റാക്കിന് വേണ്ടി ഇട്ട് കൊടുക്കുന്ന പോലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തില്ല. 11 വയസ്സ് മുതൽ ഞാൻ നോക്കിയ ഒരു കുട്ടി എന്നെ കാണാൻ വന്നില്ല എന്ന് പറയുന്ന ആ ഒരു സംഭവം അത് ഇടണ്ടെന്നുള്ള രീതിയിൽ വിമർശിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന നന്ദന എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരി ഇത് ഒന്നും അറിയാത്ത രീതിയിൽ വന്നിങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. പുള്ളിക്കാരി ഒന്നും അറിയാണ്ട് എന്തോ വന്നിരുന്ന് വളവളാന്ന് സംസാരിക്കും. എന്താ ഏതാ പറയുന്നതെന്ന് നന്ദനയ്ക്ക് അറിയത്ത് പോലുമില്ല. ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഏതോ റിയാക്ഷൻ ചാനൽ ഏതൊക്കെയോ വീഡിയോ ചെയ്തു എന്നൊക്കെ വന്നിരുന്ന പുള്ളിക്കാരി പറയുന്നു. പിന്നെ ഒരു കാര്യം പറയാം, നമ്മൾ ഈ റിയാക്ഷൻ ബ്ലോഗേഴ്സ് ആയിക്കോട്ടെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് ആണ് വന്നിരുന്നത് സംസാരിക്കുന്നത്. അല്ലാണ്ട് വെറുതെ വായി തോന്നിയതെന്ന് പറയുമല്ല. ഇപ്പൊ ചിലപ്പോൾ നന്ദനയുടെ ഫ്രണ്ട്സോ നന്ദനയുടെ റിലേറ്റീവ്സോ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ വന്നിരുന്ന് ഇങ്ങനെ അതുപോലെ ആയിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ എല്ലാവരും അതുപോലെ ആണെന്ന് വിചാരിക്കരുത്. ഇത് കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒബ്ജക്ട് ചെയ്തതിന് ശേഷം അതിന്റെ കമന്റ്സും കാര്യങ്ങളും ഒക്കെ നോക്കിയതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ബാക്ക് ടു രേണുസുതിയിലേക്ക് തന്നെ വരാം. നമുക്ക് എന്തായാലും രേണു ഇട്ടിരുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോക്കകത്ത് കുറച്ച് വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ രേണുസുതി പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ അത് തീർച്ചയായിട്ടും ഒന്ന് കേൾക്കണം. നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഓർമ്മ പോകുന്നുണ്ട് എനിക്ക്. അതെന്നാന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഒരു സൈഡ് മരച്ചിരിക്കുകയാണ് തലയുടെ. ഞാൻ മുഴുവൻ കയ്പാണ്. എന്റെ മുടിയെല്ലാം ഇമാതിരി പശ പോലായി. പെടലിയിലെ തൊലിയെല്ലാം പോയി, തലയിലും തൊലി പോയി. അതുകൊണ്ടാണ് ഹെയർ കട്ട് ചെയ്തത്. ആഗ്രഹം ഇവിടെ നീങ്ങേറ്റ് കഴിഞ്ഞ സ്ഥലങ്ങള് ദൈവത്തിന്റെ സാക്ഷിയാവാൻ, ചുരുക്കി പറഞ്ഞ ഒരു മിഷണറി അല്ലെങ്കിൽ സുവിശേഷികയായിട്ട് പോകാനാണ് ആഗ്രഹം. ഇവിടുന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞ ഈ രോഗമുക്തി നേടിക്കഴിഞ്ഞ എന്റെ വർക്ക്, എനിക്ക് കിട്ടുന്ന വർക്കിന്റെ സൈഡിൽ കൂടെ പോകും. പക്ഷെ അതിലും മെയിനായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് എന്റെ അനുഭവ സാക്ഷ്യം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ തന്നെ എനിക്ക് ആ സ്റ്റേജുകൾ ഞാൻ ഇപ്പോഴും എന്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്. ഞാൻ നിന്ന് പ്രസംഗിക്കുന്ന കഴിയുമെന്നറിയില്ല, പ്രത്യാശയുണ്ട് കഴിയുമെന്ന്. നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുകളുടെ സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഉറപ്പായിട്ടും എന്തായാലും രേണു ചേച്ചി ഈ അസുഖത്തിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട് എന്തായാലും മുന്നോട്ട് വരിക തന്നെ ചെയ്യും, പൂർവാധിക ശക്തിയോടെ തന്നെ.
ഒരുപാട് പ്രാവശ്യം രേണുസുതി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് കല്ലി വല്ലിയാണ്, ഒരു ഇതുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനെയും തരണം ചെയ്ത് രേണു രംഗത്തേക്ക് തിരിച്ചു വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും പൂർവാധിക ശക്തിയോടെ തന്നെ രേണുസുതി മടങ്ങി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് പിന്നെ രേണുസുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നെഗറ്റീവ് പറഞ്ഞ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് രേണു ചേച്ചിക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും അതിജീവിച്ച് ചേച്ചി തിരിച്ചു വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും രേണു ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കീമോ കഴിഞ്ഞിട്ടുള്ള അവസ്ഥകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ പറയുന്നത്. ക്ഷീണമുണ്ട്, ഹെയറൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഹെയറൊക്കെ ഒരുമാതിരി ആയിട്ടാണ് അതെല്ലാം മുറിച്ചു കളഞ്ഞത്, വേദനകൾ അനുഭവിക്കുന്നുണ്ട്, ഇനി അടുത്ത കീമോ ഉടനെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി 9-ാം തീയതി എങ്ങാണ്ട് ഒരു കീമോ കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് രേണു. അതിന് ഒരുപാട് ഞാനും രേണുസുതിയെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. അത് അന്നേരം കാണിച്ച ഓരോ കാര്യങ്ങൾ കൊണ്ടിട്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ ശരിക്കും മനംനൊന്ത് പ്രാർത്ഥിക്കുന്നുണ്ട് രേണു തിരിച്ചു വരാൻ വേണ്ടി. ഇത്രയും ഒരു മോശം സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ എങ്ങനെ ശത്രുത വെച്ച് പുലർത്താൻ പറ്റും? അതുകൊണ്ട് ഒരിക്കലും ഇനി ആരും നെഗറ്റീവ് അടിക്കത്തില്ല, എല്ലാവരും പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. ആയിരങ്ങളാണ് രേണുസുതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും അതിജീവിച്ച് മുന്നോട്ട് വരിക തന്നെ ചെയ്യും. അപ്പൊ എന്തായാലും എനിക്ക് ഇത്രയ്ക്കേ പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ